ഹലോ ചായമാരെ നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പച്ചക്ക് കത്തിച്ച ഒരു വ്യക്തി ജുനൈദ് ഇന്നലെ മരണപ്പെട്ടിട്ടുണ്ട്. ജുനൈദിനെ എല്ലാവർക്കും അറിയാൻ വ്ളോഗറാണ്. ഇന്നലെ ഒരു ആക്സിഡൻറ്റിൽ ഇന്നലെ മഞ്ചേരി ഭാഗത്ത് ഒരു ആക്സിഡൻറ്റിൽ മണ്ണുകൂരയ്ക്ക് തട്ടിയിട്ട് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് വേറൊന്നുമില്ല, ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. അപ്പോൾ ഇന്നലെ അദ്ദേഹം മരണപ്പെട്ട സമയത്ത് ഈ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഒരു പെണ്ണ് കേസ് അദ്ദേഹം പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് മാധ്യമങ്ങളായ 24 റിപ്പോർട്ടർ പോലത്തെ ചാനലുകൾ മൊത്തം അദ്ദേഹത്തെ വലിച്ചു കീറിണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ട് ട്രോളായിരുന്നു. അത്രത്തോളം മാനസിക ബുദ്ധിമുട്ട് ചങ്ങായി അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഒരു മനുഷ്യനെ മാക്സിമം ഏറ്റവും ടോപ്പ് ലെവലിൽ കൊണ്ടെത്തിക്കും. എന്നിട്ട് എന്തെങ്കിലും ചെറിയൊരു ന്യൂസ് വന്നാൽ അയാളെ പിടിച്ചിട്ട് താഴ്ത്തും. ഇതാണ് സോഷ്യൽ മീഡിയ. കമൻറ്റോളികളൊക്കെ കമൻറ്റ് കേട്ട് കഴിഞ്ഞാൽ അത്രയും ട്രോളും കാര്യങ്ങളും. ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ സംഭവിച്ച സമയത്ത് ഞാൻ മോശമായിട്ടൊന്നും സംസാരിച്ചില്ല. കാരണം പെണ്ണ് കേസ് ആയതുകൊണ്ട്. പെണ്ണ് കേസ് നമുക്കറിയാം, ഒരു പെണ്ണിന് ഏതൊരാണിനെതിരെയും എന്തും പറയാം, പ്രത്യേകിച്ച് പീഡന കേസ്. അപ്പോൾ അവർ പറയുന്നതിന് വാല്യൂ ഉണ്ടാവും. നമ്മുടെ നിയമം അതാണ്. നമ്മുടെ നിയമത്തിൻ്റെ പരിരക്ഷ അവർക്കുണ്ടാവും. കാരണം ആർക്കും ഏത് പെണ്ണിനും ആർക്കെതിരെയും എന്ത് ചെയ്യാം, പീഡന കേസ് പറയാം. ഓക്കെ, പിന്നെ ജഡ്ജ്മെൻറ്റ് കേസ് കാര്യങ്ങളൊക്കെ പുറകെയാണ്. അപ്പോൾ ഒരു പെണ്ണ് വിചാരിച്ചാൽ ഏതൊരു ചങ്ങാനെയും നാണം കിട്ടാൻ പറ്റും. ഇപ്പോൾ ആ പെണ്ണ് എവിടെ പോയി? ഇവൻ മരിച്ചില്ലേ? ഇന്ന് കമൻറ്റോളികൾ സഹതാപമായിട്ട് വന്നാണ്. അന്ന് തെറി വിളിച്ച കമൻറ്റോളികൾ മൊത്തം ഇന്ന് എന്താ പറയുക, സാഡ് മ്യൂസിക് ഇടലും കമൻ്റ് ഇടലും സഹതാപവും. പാവം മനുഷ്യനായിരുന്നു. ഞാൻ പറയട്ടെ, അന്ന് അയാൾ അനുഭവിച്ച ആ ഒരു വേദന സോഷ്യൽ മീഡിയയിൽ കൂടെ പച്ചക്ക് കൊത്തിത്തുന്ന ഇന്ന് നിങ്ങൾ സഹതാപം. കാരണം ഇന്ന് അദ്ദേഹം മരണപ്പെട്ടു. കാരണം അയാൾക്ക് നല്ലത് പറയാൻ വേണ്ടിയിട്ട് അയാൾ മരിക്കണം. അപ്പോൾ ഞാനായാലും നിങ്ങളായാലും നമ്മളെ കുറിച്ച് മോശം പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ മരിക്കണം, നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ. അതാണ് ലോകം. എന്തായാലും നിങ്ങൾക്ക് സമാധാനമല്ലേ? ആൾ മരിച്ചിട്ടുണ്ട്, അയാൾക്കും പോയി. അയാൾ മരിച്ചിട്ടുണ്ട്. അയാളുടെ കുടുംബത്തിന് ഉപ്പാക്കും ഉമ്മാക്കും കല്യാണം കഴിച്ചവർക്ക് അറിയില്ല, അവർക്ക് പോയി. അത്രയോ ഇതൊന്ന് പറയണമെന്ന് തോന്നി. ഓക്കെ.